രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് നാം സാക്ഷിയായിട്ടുള്ളത്. ചൂരൽമലയും മുണ്ടക്കൈയും പുത്തൻപാടവും തുടങ്ങി വയനാടിൻ്റെ പല മേഖലകളും ശ്മശാന ഭൂമികളായിരുന്നു. സങ്കടത്തിൻ്റെ തോരാ മഴകളാണ് നമുക്കിടയിൽ വാർത്തകളായി, അപകട വാർത്തകളായി പെയ്തിറങ്ങുന്നത്. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരാണ്. ഒരുപാട് കിനാക്കൾ കണ്ടവരാണ്. പുലരിയായി കഴിഞ്ഞാൽ 100 കൂട്ടം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചവരാണ്. പക്ഷേ നേരം പുലർന്നില്ല. അതിനു മുമ്പ് തന്നെ മലവെള്ളപ്പാച്ചിലിലൂടെ, ഉരുൾപൊട്ടലിലൂടെ അർദ്ധരാത്രി സമയത്ത് ആ പാവങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി. എല്ലാവരെയും തുടച്ചു നീക്കപ്പെട്ടു. എന്തുമാത്രം വേദനാജനകമാണ്, എന്തുമാത്രം സങ്കടകരമാണ്. മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദുരന്ത വാർത്ത മുമ്പ് കേട്ടിട്ടില്ല. ഈ രാജ്യം കേട്ടിട്ടില്ല, ഇന്ത്യ രാജ്യം കേട്ടിട്ടില്ല. ഇങ്ങനൊരു പ്രകൃതി ദുരന്തം കേട്ടിട്ടില്ല. ഇത്രയാളുകൾ മരിച്ചു വീണ മറ്റൊരു പ്രകൃതി ദുരന്തത്തെ കുറിച്ച് നമുക്ക് പറയാനില്ല. അത്രമാത്രം മലയാളക്കര എന്നല്ല, രാജ്യം മുഴുവൻ മനസാക്ഷിയുള്ളവരെ മരവിപ്പിച്ച വലിയൊരു ദുരന്തത്തിലാണ് നമ്മളൊക്കെ സാക്ഷിയായത്. അതിനേക്കാളും വേദനാജനകമായ രംഗങ്ങൾ നമ്മളൊക്കെ കണ്ടവരാണ്. മേപ്പാടിയിലുള്ള മോർച്ചറി മുറികളിൽ അലയുകയാണ്. ഭർത്താവിനെ തിരഞ്ഞ്, ഭാര്യയെ തിരഞ്ഞ്, ഉപ്പയെ തിരഞ്ഞ്, ഉമ്മയെ തിരഞ്ഞ്, മക്കളെ തിരഞ്ഞ്, ഉറ്റവരെ തിരഞ്ഞ്, കൂടപ്പിറപ്പുകളെ തിരഞ്ഞ്, വേണ്ടപ്പെട്ടവർ തിരഞ്ഞു തിരഞ്ഞ് നടക്കുകയാണ്. ഇക്കൂട്ടത്തിൽ എൻ്റെ ഭാര്യയുണ്ടോ? ഇക്കൂട്ടത്തിൽ എൻ്റെ ഉമ്മയുണ്ടോ? എൻ്റെ ജ്യേഷ്ഠനുണ്ടോ? അനുജനുണ്ടോ? ഇങ്ങനെ മയ്യത്തുകൾക്കിടയിലൂടെ, ഡെഡ് ബോഡികൾക്കിടയിലൂടെ ഉറ്റവരും വേണ്ടപ്പെട്ടവരും ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. എന്തുമാത്രം സങ്കടകരമാണ്, എന്തുമാത്രം വേദനാജനകമാണ്. തലയില്ലാത്ത, കാലില്ലാത്ത, കൈയില്ലാത്ത, ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇല്ലാത്ത എത്രയോ ദേഹങ്ങൾ, ജീവനറ്റ എത്രയോ ശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രമാത്രം അപകടകരമായതാണ് അവിടെ നടന്നിട്ടുള്ളത്, എത്രമാത്രം വിഷമം സൃഷ്ടിക്കുന്നതാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ഈ ഒരു രംഗം കണ്ടാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. 300ഓളം ഡെഡ് ബോഡികൾ കിട്ടിയെങ്കിൽ ആ ഭൂമിക്കടിയിൽ മണ്ണ് പുതച്ച് ഒരുപാട് ശരീരങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കോൺക്രീറ്റിന്റെ അടയിൽ ഒരുപാട് ശരീരങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇങ്ങനെ ഒരുപാട് വേദന സൃഷ്ടിക്കുന്ന ആ വാർത്തകൾ നമ്മുടെ വയനാട് ജില്ലയിലെ ഈ സ്ഥലങ്ങളിൽ നിന്ന് നടന്നു വരുമ്പോൾ, കേൾക്കുമ്പോൾ അത് മനസാക്ഷിയുള്ളവർക്ക് വലിയ വേദന സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ പോലും നോക്കാതെ ആ ഭൂമികയിലേക്ക് ആളുകൾ നടക്കുകയാണ്, ആളുകൾ കടന്നു ചെല്ലുകയാണ് സേവന പ്രവർത്തനത്തിനായി. ആ ദുരന്ത ഭൂമിയിൽ കടന്നു ചെന്ന് ഞങ്ങളെ കൊണ്ട് ആകുന്നത് ഞങ്ങൾക്ക് ചെയ്യണം എന്ന ദൃഢവിശ്വാസവുമായി എത്രയോ മനുഷ്യർ അവിടെ ചെല്ലുന്നത് മനുഷ്യരാണ്. അവിടെ ചെല്ലുന്ന ഏതെങ്കിലും മതക്കാരല്ല, ഏതെങ്കിലും സങ്കടക്കാരല്ല, ഏതെങ്കിലും സംഘടനാ അനുഭാവികളല്ല. കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം, ജാതി മത ഭേദങ്ങൾക്കപ്പുറം മനുഷ്യരാണ് അവിടെ കടന്നു ചെല്ലുന്നത്. അവർ കൈകളിൽ ഏന്തുന്ന ശരീരമുണ്ടല്ലോ, അവർ കയ്യിൽ പിടിച്ച മയ്യത്തുണ്ടല്ലോ, അവന്റെ കഴുത്തിൽ പുരുഷമാല നോക്കുന്നില്ല, അവന്റെ കഴുത്തിൽ ചന്ദനക്കുറി നോക്കുന്നില്ല. അവിടെ നോക്കുന്നത് അവൻ മനുഷ്യനാണെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് അവിടെ കടന്നു ചെല്ലുന്ന ഓരോ പ്രവർത്തകർക്കും ഉണ്ടെങ്കിൽ ആ ദുരന്തത്തെക്കാളും വലിയ ദുരന്തം ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. AC റൂമുകളിൽ ഇരുന്ന് 5 നയാ പൈസ ആ ദുരന്ത ഭൂമിയിലേക്ക് കൊടുക്കാതെ പച്ചക്ക് വർഗീയത പറയുന്ന ചില ആളുകൾ, അവിടെ പോയ ചില ആളുകളെ കുറിച്ച്, ആ ദുരന്ത ഭൂമിയിലേക്ക് സേവനം ചെയ്യാൻ പോയ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ചില ആളുകൾ AC റൂമിൽ ഇരുന്ന് പറഞ്ഞത് വർഗീയതയാണ്. ഒരു ഭാഗത്ത് ചില ആളുകൾ, ചില സ്ഥാപനങ്ങൾ ഒളിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പച്ചക്ക് വർഗീയത പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണേണ്ടത് മനുഷ്യനെയാണ്. ഏതെങ്കിലും സംഘടനക്കാരെയല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയല്ല, ഏതെങ്കിലും മതക്കാരെയല്ല, ഏതെങ്കിലും ജാതിക്കാരെയല്ല. നമ്മളൊക്കെ കാണേണ്ടത് മനുഷ്യരെയാണ്. അതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർമിയെ പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അസറ്റായ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്തായ നമ്മുടെ ആർമിയെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളണം. എന്തുമാത്രമാണ് അവിടെ ത്യാഗം സഹിച്ചത്.
ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ പാലം സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ ആർമി മാതൃക കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ആ വയനാടിന്റെ ആ ദുരന്ത ഭൂമികയിൽ ആശ്വാസം പകരുമ്പോ, അവിടെ ഒരുപാട് സഹായം ചെല്ലുമ്പോ, എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് നിന്ന് പഠിക്കാനുണ്ട്. പലപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുള്ളതുമാണ്. കേവലം പരീക്ഷണങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് നമ്മളാരും സമാധാനിക്കരുത്. ഒരുപക്ഷെ പരീക്ഷണങ്ങളായിരിക്കാം. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലനബുലുവന്നകും, അല്ലാഹു പറയാണ്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാന്റെ പ്രഖ്യാപനം ഒന്ന് നോക്കിയേ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ആണയിട്ട് പറയുകയാ, പല കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. അതിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഭയം തന്ന് ഞാൻ പരീക്ഷിക്കും, നിങ്ങൾക്ക് ഡിപ്രഷൻ തന്ന് ഞാൻ പരീക്ഷിക്കും, നിങ്ങൾക്ക് ടെൻഷൻ തന്ന് ഞാൻ പരീക്ഷിക്കും. മാത്രമല്ല വിശപ്പ് തന്ന് ഞാൻ പരീക്ഷിക്കും. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് വിശപ്പ് തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. മാത്രമല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. സാമ്പത്തിക മാന്ദ്യം നിങ്ങൾക്ക് ഞാൻ തരും. നമ്മൾ അനുഭവിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക മാന്ദ്യം. അല്ലാഹു പറഞ്ഞതാ, മാത്രമല്ല നിങ്ങളെ തന്നെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു അവസാനം പറയുന്നുണ്ട്, കൃഷികളും പഴങ്ങളും ഒക്കെ ഇല്ലാതാക്കി നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാ, അവിടെ ക്ഷമാശീലർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ നൽകിയിട്ടും അവിടെ നിങ്ങൾ ക്ഷമിച്ചോ. അങ്ങനെ ക്ഷമാശീലമുള്ളവർക്ക് സന്തോഷ വാർത്തയുണ്ട്, സ്വർഗമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളായിട്ടൊക്കെ വരാം. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോ ഒരു പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നത് മഹദിയായ ഉമ്മു സലമ ബീവിയാണ്, ഹബീബിന്റെ പ്രിയപ്പെട്ട പ്രിയതമയാണ്. ആ ഭാര്യ പറയുന്നു, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഇദാ വഖറത്തിൽ മആസി ഫീ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ തിന്മകൾ വ്യാപകമായാൽ, ഇദാ വഖറത്തിൽ മആസി, അരുതായ്മകൾ, അനാശാസ്യങ്ങൾ, ഒരുപാട് തോന്നിവാസങ്ങൾ, തമ്മാടിത്തരങ്ങൾ, തിന്മകൾ എന്റെ ഉമ്മത്തിൽ വ്യാപകമായാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലഅമ്മത്തുഹുൽ അദാബു മിൻ ഇൻദിഹി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ കൊണ്ട് ആ വിഭാഗത്തെ അല്ലാഹു മുതിയുന്നതാണ്. അവരെ മുഴുവനായി അല്ലാഹു നശിപ്പിക്കുന്നതാണ്. ആ വിഭാഗത്തെ അല്ലാഹു ശിക്ഷ കൊണ്ട് മുതിയുമെന്ന് പൊന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മു സലമ ബീവി ചോദിക്കുന്നുണ്ട്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്മാ ഫീഹിം സാലിഹൂൻ, അക്കൂട്ടത്തിൽ സജ്ജനങ്ങൾ ഉണ്ടാകില്ലേ നബിയെ? ഒന്നായി അവരെ നശിപ്പിക്കുമ്പോ, ഒരു മലവെള്ളപ്പാച്ചിൽ കൊടുത്ത് ഒന്നായി നശിപ്പിച്ചപ്പോ, ഒരു ഉരുൾപൊട്ടൽ കൊടുത്ത് ഒന്നായി നശിപ്പിച്ചപ്പോ, ശക്തമായ പ്രളയം കൊണ്ട്, ശക്തമായ കാറ്റുകൊണ്ട് ഒരു ജനതയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അമാ ഫീഹിം സാലിഹൂൻ, അവരിൽ സജ്ജനങ്ങൾ ഉണ്ടാകില്ലേ നബിയെ എന്ന് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നഅം, ഉണ്ടാകും ഉമ്മു സലമ. ആ സലമ ആ സമയത്ത് മഹദി ചോദിക്കുന്നുണ്ട്, നബിയെ, കൈഫ യസ്നഉ ഉലൈക, അങ്ങനെ നല്ല ആളുകൾ, സജ്ജനങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും നബിയെ? ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസീബുഹും മാ അസാബന്നാസ്, മറ്റുള്ള ജനങ്ങൾക്ക് എന്തു ബാധിച്ചോ, മറ്റുള്ള ജനങ്ങൾക്ക് എന്തുണ്ടായോ അതേ ബാധ ഈ സജ്ജനങ്ങൾക്കും കിട്ടും. അവർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ശക്തമായി ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിലെന്ന് വന്നാൽ സജ്ജനങ്ങളും അതിൽ പെട്ടുപോകും. മറ്റുള്ള തോന്നിവാസികൾക്ക് തിന്മ ചെയ്തവർക്ക് കൊടുത്ത ശിക്ഷയിൽ നിന്ന് ഈ സജ്ജനങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഉമ്മു സലമ യസീറൂന ഇലാ മഗ്ഫിറത്തിൻ വരിദ്വാൻ, എങ്കിലും ഈ വിഭാഗം ആളുകൾക്ക്, ഈ സ്വാലിഹീങ്ങളായ ആളുകൾക്ക്, ഈ സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു നാളെ പാപമോചനം കൊടുക്കും, അല്ലാഹുവിന്റെ തൃപ്തി അവർക്ക് കൊടുക്കും ഉമ്മു സലമ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്റെ മുഅ്മിനീങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്ത് കൃത്യമായാണ്, എന്ത് വ്യക്തമായാണ് 1400 കൊല്ലം മുമ്പ് നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രവചിച്ചെങ്കിൽ
നിങ്ങൾ ആലോചിച്ചു നോക്കണം. വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫ അമിന അഹ്ലുൽ ഖുറ, ഒരു ഗ്രാമവാസികൾ നിർഭയരാവുകയാണോ? അയ്യതിയഹും ബഖ്സുനാ ബയാതൻ വഹും നായിമൂൻ, രാത്രി സമയത്ത് അവർ കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലാഹ് പറയാൻ അവർ കിടന്നുറങ്ങുകയാണ് രാത്രി. ആ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ തൊട്ട് അവർ നിർഭയരാവുകയാണോ? ഇനി ഒന്നും സംഭവിക്കാനില്ല, ഒരു ശിക്ഷയും വരില്ല എന്ന് കരുതി അവർ ഉറങ്ങുകയാണോ എന്നൊന്ന് ചോദിക്കുകയാണ്. അഫഅമിന അഹ്ലുൽ ഖുറ അയ്യതിയഹും ളുഹും വഹും യൽഅബൂൻ, പൂർവാഹന സമയത്ത്, പകലിന്റെ ആദ്യ സമയത്ത്, അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവർ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഭാഗത്തിന്റെ ഇടയിലേക്ക് എന്റെ ശിക്ഷ ഇറങ്ങി വരില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ടോ? അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അഫഅമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തിൽ നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജിതരായ ജനവിഭാഗമല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരാവുകയില്ല. അവർ പരാജിതരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തന്ത്രത്തെ എപ്പോഴും ആലോചിച്ചിരിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുക, കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമായിരിക്കും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുക എന്ന് സൂറത്തുൽ അറാഫിലൂടെ അന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് ജനങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ ആ ഗ്രാമവാസികൾ കിടന്നുറങ്ങുമ്പോഴാണ് ഉറങ്ങുന്ന സമയത്താ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയത്. ആലോചിക്കണം, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? എങ്ങനെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോ അതിന് ഖുർആൻ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ഈ ഭൂമിയിലും ഈ കരയിലും ഈ സമുദ്രത്തിലും ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും അതെല്ലാം ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിന്നാസ്, ഓ മനുഷ്യന്മാരെ, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമാണ്. പ്രകൃതിയെ നിങ്ങൾ നശിപ്പിച്ചു. ഈ ഭൂമിയുടെ ആണിക്കല്ലുകളാണ്, ആണികളാണ് പർവ്വതമെന്ന ഖുർആൻ പറഞ്ഞത്. ഈ ഭൂമി ആടാതിരിക്കാൻ, ഈ ഭൂമി കുലുങ്ങാതിരിക്കാൻ അല്ലാഹു സംവിധാനിച്ചു വെച്ച പർവ്വതങ്ങൾ വൽ ജിബാല ഔതാദ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? വലിയ വലിയ കോറികൾ ഉണ്ടാക്കി പർവ്വതങ്ങളൊക്കെ പൊടിക്കാൻ തുടങ്ങി, പ്രകൃതിയെ നശിപ്പിക്കാൻ തുടങ്ങി. ജലസംഭരണിക്കായുള്ള പാടങ്ങളും തോടുകളും പുഴകളും അരുവികളും നമ്മൾ മണ്ണിട്ട് തൂർത്ത് അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിതു. വെള്ളം എങ്ങോട്ട് പോകും? പർവ്വതങ്ങൾ നശിപ്പിച്ചു. അതിന്റെ കാരണമായി ബിമാ കസബത് ഐദിന്നാസ്, നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തരഫലമായി ഇന്ന് പ്രകൃതി ക്ഷോഭിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പ്രകൃതിയെ നശിപ്പിച്ചതാണെങ്കിൽ മറുഭാഗത്ത് നമ്മളൊക്കെ തോന്നിവാസികളായി മാറി, നമ്മളൊക്കെ ധൂർത്തന്മാരായി മാറി. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അതിരുകവിയുന്ന ആളുകളൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ അതിരുകവിയുന്നവരായി മാറി. നിങ്ങൾ നോക്ക്, വലിയ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട. ഒരു ചെറിയ നിക്കാഹിന്റെ വേദി നിങ്ങൾ എടുക്ക്, ഒരു മുസ്ലിമിന്റെ കുടുംബത്തിലെ നിക്കാഹിന്റെ വേദി നിങ്ങൾ എടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താണെന്ന് പഠിപ്പിച്ച നിക്കാഹിന്റെ വേദി എന്തുമാത്രം ഇസ്ലാമികമായിരിക്കണം. പക്ഷേ നമ്മുടെ നിക്കാഹിന്റെ വേദിയിൽ നടക്കുന്ന ആഭാസങ്ങളും, നമ്മുടെ നിക്കാഹിന്റെ വേദിയിൽ നടക്കുന്ന ഒരുപാട് തോന്നിവാസങ്ങളും എന്തൊക്കെയാണെന്ന് മാതൃകയാകേണ്ട ആളുകൾ പോലും ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ വലിയ വലിയ മിഠായിയുടെ കൂമ്പാരങ്ങൾ വരിവരിയായി കൊണ്ടുവന്ന് ഒരുപാട് മാതൃകയാകേണ്ട ആളുകൾ വരെ ഇന്ന് സമുദായത്തിൽ എല്ലാ തോന്നിവാസങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോ എവിടേക്കാണ് നമ്മൾ മുസ്ലിമീങ്ങളായി മാറുന്നത്? എവിടേക്കാണ് നമ്മൾ അതിരുകന്യന്മാരായി മാറുന്നത്? അതുകൊണ്ട് ഒരുപാട് തോന്നിവാസങ്ങൾ നമ്മൾ ചെയ്യുമ്പോ അല്ലാഹു നിങ്ങൾ മടങ്ങി വരാൻ വേണ്ടി, ആ മോശത്തരത്തിൽ നിന്ന്, ആ തിന്മകളിൽ നിങ്ങളൊന്ന് മടങ്ങി വരാൻ വേണ്ടി നിങ്ങളെ ഞാൻ രുചിപ്പിക്കുകയാണ്, ശിക്ഷ കൊണ്ട് രുചിപ്പിക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ സേഫ് സോണിലാണെന്ന് ആരും വിശ്വസിക്കണ്ട, നമ്മൾ സുരക്ഷിത സ്ഥാനത്താണെന്ന് ആരും വിശ്വസിക്കണ്ട. ഈ ഭൗതികതയുടെ പളപളപ്പ് കണ്ട് ഭൗതികത സുഖാസ്വാദനങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്? പലതും നമ്മൾ മറന്നിട്ടില്ലേ? 2018 മഹാപ്രളയം നമ്മൾ മറന്നു, അതിനുശേഷം വന്ന കൊറോണ നമ്മൾ മറന്നു, നിപ്പ നമ്മൾ മറന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും മറമായിട്ടുള്ള ഒരുപാട് വൈറസുകളും നമ്മൾ മറന്നു. ഇനി ഇതും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതും നമ്മൾ മറക്കും. മുണ്ടക്കൈയും മറക്കും, ചൂരൽമലയും മറക്കും, പുത്തൻപാടവും മറക്കും, വയനാടും മറക്കും, എല്ലാം മറക്കും. നമ്മളെല്ലാം മറന്നു വീണ്ടും ഈ ഭൗതികതയുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ രസിച്ച് ഇങ്ങനെ പോകും.
നമ്മളൊക്കെ സേഫ് സോണിലാണെന്നുള്ള ചിന്തയാണ്. എനിക്കൊന്നും വരാനില്ല, എന്റെ വീടിന്റെ തൊട്ടടുത്ത മലയില്ല, എന്റെ നാട്ടിൽ കൊന്നില്ല, എന്റെ നാട്ടിൽ ഒന്നുമില്ല, എന്റെ വീടിന്റെ മുകളിലേക്ക് ഒരു ഉരുൾപൊട്ടിയിട്ട് ഒരു പാറയും ഉരുണ്ട് വരാനില്ല, ഒരു വെള്ളയും ഒരു മലവെള്ളപ്പാച്ചിലും വരാനില്ല എന്ന സന്തോഷമാണോ നമുക്ക്? നമ്മൾ സന്തോഷിക്കേണ്ട. ഒരൊറ്റ സുനാമി മതി, അത് പോട്ടെ. നമ്മൾ ഇരിക്കുന്ന ഈ ഭൂമി ഒന്ന് കിടുകിടാ വിറക്കാൻ അല്പസമയം പോലും അള്ളാഹ്ക്ക് വേണ്ട. 1 മിനിറ്റോ 2 മിനിറ്റോ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ അപ്പാടെ ഭൂമിയുടെ ചോട്ടിലേക്ക് പോകാൻ വല്ലാത്ത സമയമൊന്നും വേണ്ട. കൊറോണയും നിപ്പയും അടങ്ങുന്ന ഇനിയും പേരിടാൻ കഴിയാത്ത ഒരുപാട് പുതിയ വൈറസുകൾ വന്ന് നാമാവശേഷമാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മളൊന്നും സന്തോഷിക്കേണ്ടതില്ല. ഏത് സമയം റബ്ബിന്റെ പരീക്ഷണം വരാം. ഇതാ അല്ലാഹത്തിൽ മഅസി, ഇവിടെ വ്യാപകമായാൽ, തിന്മകളെ വ്യാപകമായാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീകളെ, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി. എന്ത് കാര്യമാക്കട്ടെ, എന്ത് വിഷയമാക്കട്ടെ, നമ്മൾ അടിയുറച്ചൊരു തീരുമാനമെടുക്കുക. എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ, ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്തും ഒന്നിനും ഒരു തിന്മക്കും ഞാൻ കൂട്ടുനിൽക്കില്ല, ഒരു അരുതാമക്കും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്നാൽ നമ്മൾ രക്ഷപ്പെടും. അല്ല, മക്കളങ്ങനെ ചെയ്തു, പേരമക്കൾ അങ്ങനെ ചെയ്തു, ഞാൻ എന്താ ചെയ്യാം, ഇങ്ങനെയുള്ള ഒഴിവുകഴിവ് ചോദ്യങ്ങളുമായി വീണ്ടും പരിതാപങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണോ? നമ്മൾ ഖാസിരീങ്ങളിൽ പെട്ടുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നന്നാക്കി പെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.